LDF കൺവീനർ സ്ഥാനത്തു നിന്നുള്ള EP ജയരാജന്റെ പടിയിറക്കം മാധ്യമ മേഖലയ്ക്ക് തീരാ നഷ്ടമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മസാല മാധ്യമങ്ങൾക്ക് പഞ്ചു തലക്കെട്ടുകൾ സമ്മാനിച്ചിരുന്ന ഒരു ഇടതുപക്ഷ നേതാവാണ് ജയരാജൻ എന്ന് പറയാതെ വയ്യ. ബോക്സിംഗ് ഇതിഹാസമായ മുഹമ്മദ് അലി മരിച്ചപ്പോൾ കേരളത്തിന്റെ കായിക ലോകത്തിന് വലിയ സംഭാവന ചെയ്ത വ്യക്തിത്വമായിരുന്നുവെന്ന് പ്രതികരിച്ച അന്നത്തെ ഈ കായിക മന്ത്രിയെ ഏറെക്കാലം ട്രോളന്മാർ ആഘോഷമാക്കിയിരുന്നു. ആരെയും എന്തും പറഞ്ഞ് അധിക്ഷേപിക്കാൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വികാരജീവി എന്നും മാനസിക വിഭ്രാന്തിയുള്ള ആളെന്നും CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വികാരമില്ലാത്തവനെന്നും വിശേഷിപ്പിച്ചത് ഉദാഹരണമാണ്. വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച കോൺഗ്രസുകാരെ തിരിച്ചാക്രമിക്കുകയും അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിലയിരുത്തുകയും ഇനി ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല എന്ന് പ്രഖ്യാപിച്ചതുമെല്ലാം EP-യുടെ പ്രവർത്തന മേഖലയിലെ പൊന്തുവലുകളാണ്. എപ്പോൾ കണ്ടാലും എന്തെങ്കിലും വക ജയരാജനിൽ നിന്ന് മാധ്യമങ്ങൾക്ക് വീണ് കിട്ടുമായിരുന്നു. CPIക്കെതിരെ എക്കാലവും എതിർപ്പ് ഉയർത്തിയിരുന്ന ജയരാജൻ കേരളത്തിൽ CPI തകർന്നാൽ മുന്നണിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. കേരളത്തിൽ മാത്രമുള്ള തന്റെ പാർട്ടി അമേരിക്കയ്ക്ക് വരെ ഭീഷണിയായിരുന്നുവെന്ന് ധരിച്ചു വെച്ചവരിൽ ഒരാളായിരുന്നു ജയരാജൻ. CPM-നെ തകർക്കാൻ അമേരിക്കൻ ചാരസംഘടന പണം ഇറക്കുന്നു എന്നുവരെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. കണ്ടൽ തീം പാർക്ക് ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് ശാസ്ത്രജ്ഞർ അപരിഷ്കൃതരും വിവരമില്ലാത്തവരുമാണ് എന്ന് പറഞ്ഞതും ഇദ്ദേഹം തന്നെയാണ്. പുരോഹിതരെയും ജയരാജൻ വെറുതെ വിട്ടിട്ടില്ല. CPM-നെ തകർക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം ചില മതപുരോഹിതന്മാരെ ഉപയോഗിക്കുന്നുണ്ട് എന്നും ഇദ്ദേഹം കണ്ടെത്തിയിരുന്നു. പോലീസ് സേന ഇടതുപക്ഷത്തിന് അപമാനം ഉണ്ടാക്കുകയാണ് എന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. കോടതികൾക്കെതിരെ പോലും നിലപാടെടുത്തിരുന്നു. സമരം നടത്തുന്നത് ഒരു കോടതിക്കും നേരിടാനാവില്ല എന്നും വേണമെങ്കിൽ ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ തയ്യാറാണെന്ന് വരെ ജയരാജൻ പറഞ്ഞു വെച്ചു. എന്തായാലും EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. പാർട്ടിയിൽ നിന്നല്ല, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നുമാണ് EP ജയരാജനെ മാറ്റിയതെന്ന് CPM നേതാക്കൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷെ ജയരാജൻ മാറിയതല്ല മാറ്റിയതാണ് എന്ന് CPM പറയുമ്പോൾ അതിൽ തന്നെ എല്ലാത്തിനുമുള്ള ഒരു ഉത്തരമുണ്ട്. ഇപ്പോൾ ജയരാജൻ CPM-ൽ നിന്ന് അവർ പുറത്താക്കിയ നേതാക്കളായ MV രാഘവന്റെയും KR ഗൗരിയുടെയും പിൻഗാമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഒരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ്. ജയരാജൻ അവരെ പോലെ ആയി തീരുമോ എന്നതാണ്. 1986-ലാണ് രാഘവനെ CPM പുറത്താക്കാൻ നടപടി തുടങ്ങിയത്. പാർട്ടി നയത്തിന് ബദൽ രേഖ അവതരിപ്പിച്ചതിനായിരുന്നു അന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത്. അന്ന് ഒപ്പമുണ്ടായിരുന്ന EK നയനാർക്ക് നടപടിയൊന്നും തന്നെ നേരിടേണ്ടി വന്നില്ല. അദ്ദേഹം രക്ഷപ്പെട്ടു. ഇന്ന് രാഘവൻ അന്ന് പറഞ്ഞ നയം ശരിയാണ് എന്ന് പാർട്ടി തന്നെ സമ്മതിക്കുന്നുണ്ട്, അതനുസരിക്കുന്നുമുണ്ട്. അന്ന് നടപടിക്ക് ഒതുക്കാനായി നിന്ന പാർട്ടി സെക്രട്ടറി EMS പറഞ്ഞു, പാർട്ടി രാഘവനേക്കാൾ വലുതാണ്. രാഘവൻ രാഷ്ട്രീയ വിസ്മൃതിയിലാകുമ്പോൾ അതിനൊന്നും സംഭവിക്കില്ല. രാഘവന്റെ നിലപാട് ഞാൻ എപ്പോഴും ഒരു മാർക്സിസ്റ്റായി തുടരും. അതിന് എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നായിരുന്നു. എന്നാൽ ജയരാജന് ആ തന്റേടമൊന്നും ഇല്ല എന്ന് പറയാം. 1994 ജനുവരി 1-നാണ് ഗൗരി അമ്മയെ CPM പുറത്താക്കിയത്. പാർട്ടി അച്ചടക്ക ലംഘനം, പാർട്ടിയെ വെല്ലുവിളിക്കൽ, എതിർ രാഷ്ട്രീയ സംഘടനാ നേതാക്കളുമായി കൂടിച്ചേരൽ തുടങ്ങിയവയ്ക്കായിരുന്നു അന്ന് ഗൗരിയമ്മയെ പുറത്താക്കിയത്. KR ഗൗരിയമ്മ തന്റേടത്തോടെ പുതിയ പാർട്ടി ഉണ്ടാക്കി. രാഘവനും ഗൗരിയും പാർട്ടികൾ ഉണ്ടാക്കി. CPM-ന്റെ എതിർ മുന്നണിയായ UDF-ൽ ചേർന്ന് മന്ത്രിമാരായി. എന്നാൽ ജയരാജൻ നാളെ CPM-ൽ നിന്ന് പുറത്തായാലും മറ്റൊരു പാർട്ടി ഉണ്ടാക്കാനൊന്നും അദ്ദേഹത്തിന് പ്രാപ്തിയില്ല. CPM-നെ എതിർക്കാനും അദ്ദേഹത്തിനൊരു ശേഷിയുമില്ല. അതൊക്കെ ചെയ്യാൻ തയ്യാറായാൽ സംരക്ഷിക്കാൻ എതിർപക്ഷത്തൊരു K കരുണാകരൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ രാഷ്ട്രീയമാണ്, സാധ്യതകൾ പലതാണ്. എന്നാൽ ജയരാജനിൽ നിന്നും CPM-ൽ നിന്നും പുറത്തു വരുന്ന പുതിയ സന്ദേശം അണികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. EP ജയരാജൻ ഒരു കാലത്ത് ചിലർക്കൊക്കെ രണ്ടാം AKG ആയിരുന്നു. CPM അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയും. എന്തായാലും വരും നാളുകളിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു EP ജയരാജൻ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും CPM-ൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുമെന്നുള്ളതൊക്കെ.